ഒരു ചെറിയ കഥ പറയട്ടെ. ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി കൊച്ചിക്ക് പോകുന്നു 2017 പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നൈസായിട്ടൊരു പണി കിട്ടി. അതായത് എൻ്റെ ട്രെയിനും എൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്ക്, എൻ്റെ ട്രെയിനല്ല, ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചെറുതായിട്ട് വീണു. ഞാൻ വീണതൊന്നും അറിയാതെ എൻ്റെ ട്രെയിന് മുമ്പോട്ട് പോയി. എൻ്റെ ഫ്രണ്ട്സും അതിലായിരുന്നു. പെട്ടെന്ന് ആരും ട്രെയിൻ പിടിച്ച് നിർത്തി കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ ന്യൂസൊക്കെ ഓരോരുത്തർ വീണെന്ന് കാണിക്കുമ്പോൾ ഞാൻ ആദ്യം എന്നെയാണ് കേട്ടോ ഓർക്കുന്നത്. ഇന്ന് ശരിക്കും എനിക്കൊരു അത്ഭുതമാണ്. എന്നെപ്പോലെ അത്യാവശ്യം സൈസുള്ള ഒരാൾ എങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കിടന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ചിലപ്പം ഞാൻ ഇനിയും ജീവിക്കണം എന്നായിരിക്കും ദൈവത്തിൻ്റെ നിയോഗം, എനിക്കറിയില്ല. ഞാനത് കഴിഞ്ഞിട്ട് അവിടുന്ന് സ്ലോ മോഷനിലൊക്കെ എണ്ണീറ്റ് വന്ന് പോയി ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു അപ്പച്ചൻ കൊണ്ട് എൻ്റെ ഒരു IELTS കാർഡ് പഠിക്കാൻ വേണ്ടി തന്നേ. എന്തിനകത്ത് തന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി മോളെ നീ ഇപ്പോഴും തട്ടിപ്പോത്തില്ല, എന്നാൽ നീ എൻ്റെ അക്കാഡമി ജോയിൻ ചെയ്യുന്ന നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് പറഞ്ഞോട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ IELTS ഒക്കെ എഴുതി ഇവിടെ വന്നിരിക്കുമ്പം ഞാൻ ഇന്നും മറക്കാത്ത ഒരു ഇൻസിഡൻ്റാണ് അത്. അല്ലെങ്കിൽ ലൈഫ് അങ്ങനെയല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ചിലപ്പോൾ അന്ന് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും വിചാരിച്ചാണ് ഞാൻ മരിച്ചു പോയിന്ന്, പക്ഷെ ഞാൻ ജീവിച്ചെണീറ്റ് വന്നില്ലേ. പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ ആദ്യം പോയി നോക്കിയ ന്യൂസ് പേപ്പറിൽ എൻ്റെ ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. കാരണം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞ എന്നെ ശരിയാക്കത്തില്ലേ, അതുകൊണ്ട്. അപ്പോൾ ശരി.